എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് കുർത്തയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഹെയർ സ്റ്റൈൽസ് ആണ്. ടോട്ടൽ ഒരു 6 ഹെയർ സ്റ്റൈലാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. സൂപ്പർ സിമ്പിളാണ്, അതുപോലെ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ടും ഒരു ക്ലാസി ലുക്കൊക്കെ തരുന്ന ഒരു ഹെയർ സ്റ്റൈലായിട്ടോ. ഭയങ്കര മെസ്സി ആയിട്ടോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമുക്ക് ഓഫീസിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം, കോളേജിൽ പോകുമ്പോൾ യൂസ് ചെയ്യാം, എക്സാമിനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ഈവൻ നമുക്ക് ഇൻ്റർവ്യൂസിന് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ്. പ്രൊഫഷണലി കുറച്ച് നീറ്റായിട്ടുള്ള ഹെയർ സ്റ്റൈൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. മുടി എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് അതുപോലെ സിറമൊക്കെ അപ്ലൈ ചെയ്ത് നല്ല സെറ്റാക്കി ജടയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ചീകി വെക്കുക. ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ നമുക്ക് സൈഡ് പാർട്ടീഷനാണ് എടുക്കേണ്ടത്. അതിങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു പാർട്ടീഷൻ്റെ ഒരു ബോക്സ് പോലെ ആക്കിയിട്ട് സ്ക്വയർ സെക്ഷനാക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് നമുക്ക് ആ മുടി ഫ്രണ്ടിലോട്ട് എടുത്തിടാം കേട്ടോ. രണ്ട് സൈഡിൽ നിന്നും ചെയ്യുക. ഈവനായിട്ട് വേണമെന്നില്ല, രണ്ട് സൈഡിൽ നിന്നും എത്രയാണോ കിട്ടുന്നത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കതങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കട്ടിക്ക് എടുത്താലും കുഴപ്പമില്ല, നല്ല തിന്നായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ബാക്കിലോട്ട് വരുന്ന മുടി മുഴുവനായിട്ട് എടുത്ത് ഒരു പോണിറ്റെയിൽ കെട്ടിക്കിടക്കാണ്. ഒത്തിരി ലോവറായിട്ടും ചെയ്യേണ്ട, എന്നാൽ ഒത്തിരി ഹൈറ്റിലും ചെയ്യേണ്ട കേട്ടോ. ഒരു മീഡിയം ലെവലിൽ നിന്ന് ഒരു പോണിറ്റെയിൽ കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മുടി ഉണ്ടല്ലോ, ഇത് രണ്ട് സൈഡിൽ നിന്നും എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കിലോട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു സെക്ഷൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് ബാക്കി വെച്ച് കൊടുത്തപ്പോൾ ഞാൻ ക്ലിപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. കാര്യം കുറച്ച് മുടി തന്നെ ഉള്ളത് കൊണ്ട് അതങ്ങനെ തന്നെ ചുറ്റി വെച്ചായിരുന്നോളും. എൻഡ് വരെയും ചുറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫേസ് ഫ്രെയിം ചെയ്യാൻ ആവശ്യമുള്ള മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് എടുത്തിട്ടതിന് ശേഷം ബാക്കിയുള്ള മുടിയും നമ്മളിങ്ങനെ ചുറ്റി ഏറ്റവും ലാസ്റ്റ് ഒരു കുഞ്ഞ് ക്ലിപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ പോണിറ്റെയിലിൻ്റെ താഴെയായിട്ട്. അപ്പോൾ ക്ലിപ്പ് പുറത്ത് കാണില്ലല്ലോ. അടിപൊളി ലുക്കാണ്. then ഒന്ന് വലിച്ചു കൊടുക്കുക. നല്ല അടിപൊളി ഫ്ലഫി ആയിട്ടുള്ള പോണിറ്റെയിൽ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നീറ്റ് ലുക്കാണ്. നമുക്ക് ഫ്രണ്ടിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുന്നത്. മുടി അഴിച്ചിടാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ ഉള്ള പോണിറ്റെയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്ക് നമ്മുടെ സെക്കൻഡ് ഹെയർ സ്റ്റൈൽ ചെയ്യാം. അതിനായിട്ടും സൈഡ് പാർട്ടീഷൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ഒരു സൈഡ് പഫാണ് ചെയ്യുന്നത്. രണ്ട് സൈഡ് നമ്മൾ പഫ് വയ്ക്കുന്നുണ്ട്. സോ അതിനാവശ്യമായിട്ട് ഫസ്റ്റ് ഒരു സെക്ഷൻ മുടിയെടുത്തു, രണ്ടാമത്തെ താഴെയുള്ള മുടിയെടുത്തിട്ട് നമുക്കിങ്ങനെ നോക്കാം കേട്ടോ, പഫ് വയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരുമെന്ന്. അത്രയും വലിയ പഫ് വേണ്ട, നമുക്ക് ആവശ്യമുള്ള പഫ് വെച്ച് കൊടുക്കാനായിട്ട് ബാക്കിലോട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് ഉണ്ടല്ലോ, ചെറിയ സെക്ഷൻ മുടി വരുന്നത്, അവിടെയും ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് പഫ് ചെയ്ത് വെച്ച് കൊടുക്കുക. രണ്ട് പഫും അങ്ങനെ ഇരിക്കണം കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭംഗി ഉണ്ടാവുന്നത്. ഏറ്റവും ലാസ്റ്റ് കൂടുതൽ മുടി വരുന്ന ഭാഗത്ത് 2 ക്ലിപ്പ് അല്ലെങ്കിൽ ഒരു വലിയ ക്ലിപ്പൊക്കെ ഇട്ട് കൊടുക്കണേ, എന്നാലേ കറക്റ്റ് ആയിരിക്കുള്ളൂ. ദെൻ മുകളിൽ നിന്ന് ഒന്ന് വലിച്ചു കൊടുത്ത് നമ്മുടെ ഫേസിന് എങ്ങനെയാണോ ചേരുന്നത് അതുപോലെ ആക്കി നമ്മുടെ ഹെയർ സ്റ്റൈലിനെ എടുക്കുക. കണ്ടോ, നല്ല നീറ്റ് ലുക്കാണ്. എപ്പോൾ വേണോ നമുക്ക് ഈ ഒരു ഹെയർ സ്റ്റൈൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ അടുത്ത ഹെയർ സ്റ്റൈലിലോട്ട് പോവാം. അതിനായിട്ട് നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്തിട്ട് ഒരു ചെറിയ സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഫുള്ളായിട്ട് മുടി ഇങ്ങനെ എടുത്ത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്. ക്ലിപ്പ് ചെയ്യുമ്പോഴേ നമ്മൾ സൈഡ് പാർട്ടീഷൻ എടുത്തില്ല, വകുപ്പിൻ്റെ ആ ഫുൾ മുടിയും താഴോട്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ഇത് ബാക്കിലോട്ട് വെച്ച് മുടി പൊക്കിയിട്ട് വേണം ക്ലിപ്പ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് പറയണതിനേക്കാളും കാണുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാവും. കണ്ടോ, ഞാനിങ്ങനെ മുടി എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് ചുമ്മാ അങ്ങ് വയ്ക്കുകയല്ല, നമ്മുടെ പാർട്ടീഷൻ എടുത്തുന്ന ആ ഭാഗത്തു നിന്ന് എല്ലാ മുടിയും ഇതിനകത്തോട്ടാക്കിയിട്ട് ബാക്കിൽ വെച്ചിട്ടാണ് ക്ലിപ്പ് ചെയ്യുന്നത്. നമ്മുടെ ക്രൗൺ സെക്ഷൻ്റെ അവിടെയായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് മുടി ഫ്രണ്ടിലോട്ട് വന്ന് നമ്മുടെ മുഖത്തോട്ട് വീഴത്തില്ല. നല്ല നീറ്റായിരിക്കും, നന്നായിട്ട് ഒതുങ്ങിയിരിക്കും. അപ്പോൾ നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്നാൽ പോലും അൺകംഫർട്ടബിൾ ആവത്തില്ല കേട്ടോ. സോ ഇത് അത്രയും നീറ്റായിട്ട് ചെയ്യുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. പിന്നെ നമ്മൾക്ക് ബാക്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്നും ചെയ്ത മാതിരിയും തോന്നില്ല, മുടി അഴിച്ചിട്ടിരിക്കുന്ന മാതിരിയേ തോന്നുള്ളൂ. അടിപൊളി ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവും. അടുത്ത ഹെയർ സ്റ്റൈലിൽ നമുക്ക് സൈഡ് പാർട്ടീഷൻ തന്നെയാണ്. ചെറിയ സെക്ഷൻ വരുന്ന അവിടെ നിന്ന് കുറച്ച് മുടിയായിട്ട് 3 തവണയായിട്ട് നമുക്ക് ഇതുപോലെ എടുക്കണം. ഫസ്റ്റ് ആ ടോപ്പിൽ നിന്നൊന്ന് മുടി എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. ഇങ്ങനെ താഴോട്ടാക്കി വെച്ച് കൊടുക്കരുത്, കാര്യം നമുക്ക് ബാക്കിയുള്ള മുടിയൊക്കെ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട്. ദെൻ ബാക്കിൽ നിന്ന് മുടി മാറ്റിയിട്ട് ടിക് ടാക്ക് പിൻ അകത്തോട്ട് ഇട്ട് കൊടുക്കണം. ടിക് ടാക്ക് പിൻ ഒരിക്കലും പുറത്ത് കാണാൻ പാടില്ല. അങ്ങനെ വേണം ഈ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാനായിട്ട്. ഇത് നമ്മൾ കൂടുതൽ ഇത് ക്ലിപ്പ് വയ്ക്കുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കതെല്ലാം കൂടി ഇങ്ങനെ പുറത്ത് കാണുമ്പോഴേക്കും ഭംഗി ഉണ്ടാവില്ല. പിന്നെ സെൻറ്ററിൽ നിന്ന് ഒരു സെക്ഷൻ മുടി എടുത്തിട്ട് ചെറിയ ട്വിസ്റ്റാണ് വരുന്നത്. അതിങ്ങനെ ചെയ്തിട്ട് ഒരു പാറ്റേൺ പോലെ 1 2 3 അങ്ങനെ ഇരിക്കും. നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അതും വെച്ച് കൊടുത്തിട്ട് മൂന്നാമത്തതും ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലോട്ടാക്കി വെച്ച് കൊടുത്ത് നമ്മൾ ക്ലിപ്പ് ചെയ്തതിന് ശേഷം മുടി നല്ലോണം ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട് കേട്ടോ.
ആദ്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് മെസ്സാവും, പക്ഷേ കുഴപ്പമില്ല. ഒരു തവണ ചെയ്ത് നോക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നമുക്ക് ആ ഒരു വലിയ സെക്ഷൻ വരില്ലേ, അവിടെ നിന്ന് ഒറ്റ തവണ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫേസ് ഫ്രെയിം ചെയ്യാനായിട്ടുള്ള മുടിയൊക്കെ എടുത്ത് ഫ്രണ്ടിലിട്ട് കൊടുക്കാം. ഇത് കുറച്ചിങ്ങനെ നമ്മുടെ മുടി ചെവിയൊക്കെ മറിഞ്ഞിട്ട് കിടക്കുന്ന പോലത്തെ ഹെയർ സ്റ്റൈലാണ്. ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് പേർക്ക് ഇങ്ങനെ മെസ്സി ആയിരിക്കും, നല്ല ഭംഗിയായിരിക്കും, അടിപൊളിയായിരിക്കും അല്ലേ കാണാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടാത്ത സാഹചര്യത്തിൽ മാത്രം നിങ്ങളിത് 2 സെക്ഷൻ കൂടെ ഇപ്പുറത്ത് നിന്നെടുത്ത് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് തന്നെ ഈ ഒരു ഹെയർ സ്റ്റൈലിൽ നമ്മളിപ്പം നമ്മുടെ ചെവിയൊക്കെ മറിഞ്ഞല്ല കിടക്കുന്നത്, അതൊക്കെ വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടിവെക്കാം. മുടി ഇങ്ങനെ പിന്നി കൊടുത്താൽ മതി. നമ്മൾക്ക് എത്രയാണോ വേണ്ടത് അത്രയും ഭാഗം. എനിക്കിപ്പം ഞാനിവിടെ ലെയർ കട്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്ക് എൻഡിലോട്ട് വരുമ്പോൾ ഒട്ടും തിക്നെസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഭാഗത്ത് മാത്രമാണ് പിന്നി കൊടുക്കുന്നത്. അതിനുശേഷം ഇങ്ങനെ വലിച്ചു കൊടുത്ത് തിക്നെസ് കൂട്ടി വെച്ചിട്ട് എൻഡിൽ നന്നായിട്ടൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ എൻഡിൽ കുറച്ച് വോളിയമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞ് ചെയ്യുന്നതാണ്. എനിക്ക് സ്ട്രെയിറ്റ് ഹെയറാണ്, സോ ഇങ്ങനെ ഭയങ്കര ഷാബി ആയിട്ടേ കിടക്കുകയുള്ളൂ. പിന്നെ ഞാൻ ഏറ്റവും ബാക്കിലായിട്ട് ഒരു ചെറിയ ഒരു ബോബി പിൻ ഉണ്ടല്ലോ, അത് ഇറുക്കിലി സ്ലൈഡ് അത് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ഒരു സമാധാനത്തിനാണ്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നല്ല നീറ്റായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയാൽ മതി. എനിക്കിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോൾ താഴ്ട്ട് വരും മുടി, അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എങ്ങനെയുണ്ട് ഹെയർ സ്റ്റൈൽ? നല്ല നീറ്റല്ലേ? മുടി കെട്ടി വയ്ക്കുന്നവർക്കും ഇഷ്ടപ്പെടും. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണിത്. ഞാൻ ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഭയങ്കര നല്ല ഹെയർ സ്റ്റൈലാണ്, പക്ഷേ എനിക്കിത് പറ്റില്ല. ഞാൻ സൈഡ് പാർട്ടീഷൻ മാത്രമേ എടുക്കാറുള്ളൂ, അല്ലെങ്കിൽ പാർട്ടീഷൻ ഇല്ലാതെ ചെയ്യും. ഇങ്ങനെ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട് ഞാൻ ചെയ്യാറേ ഇല്ല ഗായ്സ്. എൻ്റെ ഫേസിന് ഒട്ടും ചേരില്ല. അതുകൊണ്ട് എനിക്ക് സെൻറ്റർ പാർട്ടീഷൻ എടുക്കാനും അറിയില്ല. ഇത് കണ്ടോ, ഇപ്പോൾ തന്നെ ഒന്ന് ചരിഞ്ഞ് പോയിട്ടുണ്ട്. ഇവിടെ നിങ്ങനെ 2 സെക്ഷനിൽ നിന്നും കുറച്ച് മുടിയെടുത്ത് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് വെച്ച് കൊടുക്കുക. രണ്ടും ഒരുപോലെ വെക്കണം കേട്ടോ. എനിക്കിപ്പം രണ്ടും ഒരുപോലെ അല്ല, അതുകൊണ്ട് ഞാൻ മാറ്റിയിട്ട് കുറച്ച് കഴിയുമ്പോൾ ചെയ്യും. എന്നിട്ട് നമ്മൾ നീറ്റായിട്ട് കോംബ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നീറ്റായിട്ട് കോംബ് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ടുള്ളത്. കണ്ടോ, ഇവിടെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നുണ്ട്, മറ്റേ സ്ഥലത്ത് അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങിയില്ല. അപ്പോഴേക്കും ഞാൻ അത് മാറ്റി കെട്ടി. ഓക്കെ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതും നമുക്ക് ഇങ്ങനെ ചെവിയൊക്കെ മറിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്ന ഹെയർ സ്റ്റൈലാണ്. ഇങ്ങനെയെങ്കിലും ചെയ്താൽ എനിക്ക് ഇച്ചിരിയെങ്കിലും ഭംഗി ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാട്ടോ ചെയ്തത്. ഇത് ശരിക്കും അടിപൊളി ഹെയർ സ്റ്റൈലാണ്. ഈവൻ ബ്രൈറ്റ്സ് പോലും യൂസ് ചെയ്യുന്ന ഹെയർ സ്റ്റൈലാണ് കേട്ടോ. അടിപൊളി ലുക്ക് തരും. നിങ്ങൾക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാം. മുഖത്തൊന്നും മുടി വന്ന് കിടക്കില്ല. നല്ല നീറ്റായിട്ട് നമുക്ക് കെട്ടി വെച്ചിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ച എല്ലാ ഹെയർ സ്റ്റൈൽസും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.